ഈ ട്രാൻസ്ജെൻഡറിസവും അതുപോലെ തന്നെ ഈ LGBTQ ആക്ടിവിസ്റ്റും ഒക്കെ വളരെ വ്യാപകമായി പ്രത്യേകിച്ചും കുട്ടികളിൽ വർദ്ധിക്കുമ്പോൾ ലിസ ലിറ്റ്മാൻ പഠിച്ച ഒരു പ്രതിഭാസത്തിന്റെ തന്നെ പേര് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ്. റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ? ആണിന്റെ ശരീരത്തിൽ ഒരാൾക്ക് പെണ്ണായി തോന്നുക, പെണ്ണിന്റെ ശരീരത്തിൽ ആണായി തോന്നുക, ഇതിനാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയാം. ഇത് റാപ്പിഡ് ഓൺസെറ്റ് ആവുക, പെട്ടെന്ന് ഉണ്ടാവുക. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ലിസ ലിറ്റ്മാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചില പിയർ ഗ്രൂപ്പുകളിലേക്ക് അവരെത്തും. ആ പിയർ ഗ്രൂപ്പുകൾ അവരിങ്ങനെ അവരെ പഠിപ്പിക്കുകയാണ്, ട്രാൻസ്ജെൻഡർ, നിങ്ങളുടെ ജെൻഡർ എന്തുമാകാം, നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ലിംഗം ആണിൻ്റെതാകാം, നിങ്ങൾ ആണിനെ പോലെ ആയിരിക്കാം കാണാൻ, പക്ഷേ ശരിക്കും നിങ്ങളൊരു പെണ്ണായിരിക്കാം, ശരിക്കും നിങ്ങൾ വേറെന്തെങ്കിലും ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാണ് ചെറിയ കുട്ടികളെ. ഇത് കൂടുതലായും യൂറോപ്യൻ സൊസൈറ്റിയിലാണ് നടക്കുന്നത്.